ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമകീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ, ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയോ മിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. അധ്യായം 8. ശ്രുതദേവനാം മുനി തന്നോടു ഭൂമിപാലൻ മതിവിഭ്രമം കളഞ്ഞിടുവാൻ ചോദ്യം ചെയ്താൻ. സൂര്യവംശജനാകുമിക്ഷ്വാകുസുതൻ മുന്നം വാരിദാനത്തെ കിഞ്ചിൽ പോലും ചെയ്യായിക മൂലം ചാതകത്രയേ ജന്മമുണ്ടായതെന്നേ യുക്തി ചേതസി മമ വഴി പോലെ ബോധിപ്പിച്ചു നീ. സാരമാം സാധുസേവ ചെയ്യായിക മൂലം പിന്നെ സാരമേയമായി ജനിച്ചിടിനെന്ന വാക്യം ഏതുമേ മമ ഹൃദി ബോധിക്കുന്നില്ല. ഇതം പാതകം കാരണമെന്നു തോന്നിയിടും കേട്ടാൽ സാധുദേശത്താൽ നാശദുഷ്കൃതാദികളുണ്ടാം. സാധുസേവയാ സർവസമ്പത്തും സിദ്ധിച്ചിടും. ഭൂദേവോത്തമന്മാരെ പൂജിച്ചാലെന്നേയുള്ളൂ ഭൂതലാധിപനൊട്ടും ദേശവും ചെയ്തില്ലല്ലോ. ഹേതുകൂടാതെ ബാധിക്കുന്നതെന്തയ്യോ പാപം. ഭീതിയുണ്ടുള്ളിൽ മമ ദുശ്ചോദ്യമോതിയിടുവാൻ. കാരണം കൂടാതെ ഭൂനായകൻ ദുര്യോനിയിൽ ചേരുവാനുള്ള ബന്ധമെന്തെന്നും അരുൾ ചെയ്യുക. മന്നവവാക്യം കേട്ടു ധന്യനാം മുനിവരൻ മന്ദഹാസവും ചെയ്തു മന്ദമിങ്ങനെ ചൊന്നാൻ. നന്നെടോ തവ ചോദ്യം ദുശ്ചോദ്യമല്ല. സന്ദേഹം തീർന്നിടുവാൻ ഇന്നും കേളൊരു കഥ. ഭഗവത് കഥാജാലമിങ്ങനെ ചൊല്ലിയിടുകിൽ ഭഗവത് ഭക്തന്മാർക്കും കേൾപ്പതിനിച്ഛയുണ്ടാം. ഭഗവത് പ്രീതി കൊണ്ടേ ശോഭിപ്പൂ സകലവും. ഭഗവൻ പ്രസീദമേ സതതം നമോസ്തുതേ. വാഗ്ഭംഗിയില്ല ചൊൽവാൻ ബുദ്ധിശക്തിയുമില്ല. കേൾക്കണമെന്നു തവ വാഞ്ചയും അറിയിക്കാം. വിശ്വകാരണൻ വിശ്വവിഗ്രഹൻ വിശ്വാത്മകൻ ശാശ്വതനായ ശംഭു ഭഗവാൻ ഭക്തപ്രിയൻ വിശ്വമോഹിനിയായ ദേവിയാം ശിവയോടും വിശ്വാസമോടും അരുൾ ചെയ്തൊരു കഥാസാരം. ഇക്കണ്ട വിശ്വമെല്ലാം സൃഷ്ടിച്ചു പുനരീശൻ ചൊൽക്കൊണ്ട മര്യാദാഭേദങ്ങളും കൽപ്പിച്ചിതു. ഐഹികേ പരലോകേ മുമ്മൂന്നു വിധം സേവ ദേഹികൾക്കുചിതമായി കൽപ്പിച്ചു മുന്നേ നാഥൻ. ഔഷധസേവ ജലസേവയോ മന്നസേവ ഏഷദ്ദേഹിനാം ഭൂയോ രക്ഷാർത്ഥമിഹ ലോകേ. സാധുസേവയും വിഷ്ണുസേവയും ധർമ്മമാർഗ സാദര സേവ മൂന്നും പരലോകപ്രാപ്തിക്കെടോ. ഗൃഹത്തിലിരുന്നാറു സേവ ചെയ്താകിലവൻ ഐഹിക പാരത്രിക സൗഖ്യങ്ങളുണ്ടായി വരും. സാധുക്കൾക്കിഷ്ടമായതെങ്കിലും ചില നേരം ചേതസി ദുസ്സഹമായി വന്നുകൂടുകിലതും. ക്ഷിപ്രമാപത്തു വരുമെന്നതു ധരിച്ചാലും അപ്രിയമെന്നാൽ പുനരെന്തിനു ചൊല്ലിയിടുന്നു. കേൾക്ക നീയെങ്കിലുദാഹരണമത്ര ചൊല്ലാം. ദുഃഖപാപങ്ങൾ തീരും സൽക്കഥ കേട്ടിടുകിൽ. ദക്ഷനാം പ്രജാപതി പണ്ടൊരു കാലം യാഗദീക്ഷയ്ക്കായി കൊണ്ടു കർമ്മം ആരംഭിച്ചതു നേരം തന്നെ സുതാകാന്തനാകിയ മഹാദേവൻ തന്നെയും ക്ഷണിക്കണമെന്നോർത്തു പുറപ്പെട്ടു. കൈലാസാചലം പ്രാപിച്ചുടനെ മുദാദക്ഷൻ കാലവൈരിയാം ദേവൻ തന്നെ പാർശ്വം പുക്കാൻ വന്ന ദക്ഷനെ കണ്ടു ലോകേശൻ ഉമാകാന്തൻ തന്നുള്ളിൽ നിരൂപിച്ചു നിഖില ശസ്ത്രാർത്ഥങ്ങൾ. ചന്തോഗമ്യനായുള്ള ഞാൻ പരമാർത്ഥമോർത്താൽ ചന്ദ്രേന്ദ്രാദികൾക്കെല്ലാം ഗുരു ഞാനതുകൊണ്ടും
ഭൃത്യരാം ജനങ്ങളെ കണ്ടെഴുന്നേൽക്കുന്നാകിൽ ഭൃത്യർക്കും ദോഷമതിനാലെന്നു ശാസ്ത്രവിധി. തപസ്സും പുനഃജ്ഞാനം വയസ്സും വിദ്യാധനം നൃപതേ സ്ഥാനം ബലം കുലമുഖ്യത പിന്നെ എന്നിവ തന്നിലേറ്റമുള്ളവൻ തന്നെ കണ്ടാൽ വന്ദനോത്ഥാനാദികൾ ചെയ്യാഞ്ഞാലുണ്ടു ദോഷം. ഇച്ചൊന്ന വസ്തുക്കളിലധികം ദക്ഷനേതും നിശ്ചയമില്ലെന്നാൽ ഞാൻ ഉത്ഥാനം ചെയ്താകിലോ. മത്സതി തനിക്കുണ്ടാം അശുഭമെന്നോർത്തീശൻ സത്സദാ പൂജ്യനേതുമിളകാതിരുന്നിതു. നിശ്ചലനായിടുന്നോരീശ്വരൻ തന്നെ കണ്ടു വാചകോപേന ദക്ഷൻ ഉച്ചത്തിലേവം ചൊന്നാൻ. ഗുരുവാമെന്നെ കണ്ടു ബഹുമാനം കൂടാതെ മരുവും ഇവനതീ ഗർഭതീശീലനേറ്റം. അകൃത പുണ്യനിവൻ ദരിദ്രനെന്നുള്ളതും ഉടുപ്പാനില്ല വസ്ത്രം ചർമ്മങ്ങളൊഴിഞ്ഞതും നടപ്പാനരുതാതു മുതുകൂറ്റനുമുണ്ട്. എല്ലുകൾ സർപ്പങ്ങളും നല്ല ഭൂഷണമത്രേ ഭടരായുള്ളതെല്ലാം പൈശാചഭൂതഗണം. ചുടലക്കളം തന്നിൽ കളിയാടുകലി ശീലം നന്നു നന്നിവനുടെ കോപ്പും വൃത്തിയും പാർത്താൽ. മുന്നമേയറിഞ്ഞീല ഞാനയ്യോ കഷ്ടം കഷ്ടം. ഭോഷനാമിവനെൻ്റെ മകളെ കൊടുത്തേ ഞാൻ ഏഷണി കൂട്ടിയിടുന്ന നാരദൻ വാക്കിനാലെ. ശുദ്ധിക്കും ഭംഗം മമ പുത്രിക്കും വന്നുകൂടും ശുദ്ധമാം മൽഭാജനം ചണ്ടാളൻ തൊട്ട പോലെ. ഇത്തരം പ്രജാപതി പറഞ്ഞു നടകൊണ്ടു യാത്ര ചൊല്ലാതെ ക്ഷണിക്കെന്നതോ വരായല്ലോ. തന്നെ പുരം പൊക്കു ഘോഷിച്ചു മഹാത്യാഗം ധന്യന്മാരായ മുനിവൃന്ദത്തോടൊരുമിച്ചു. ഉന്നത ബുദ്ധ്യാ തുടങ്ങിയിടുമ്പോൾ ത്രിമൂർത്തികൾ എന്നിയെ സർവദേവന്മാരുടൻ തത്ര വന്നു. തൻകാലേ സതീദേവി സാന്ദ്രകൗതുകം നിജ മുഖ്യരാം ബന്ധുക്കളെ കാൺമതിന്നിച്ഛയോടെ യാത്രാരംഭത്തെ കണ്ടു സാദരം മഹാദേവൻ താർത്തേൻ വാണിയാം സതീദേവിയോടരുൾ ചെയ്താൻ. സാദരം ക്ഷണിയാതെ ചെല്ലുവാൻ യോഗ്യമല്ല. കാതരവിലോചനെ പിന്നെയും വിശേഷിച്ചു താതനാം പ്രജാപതി താനത്ര വന്നീലയോ. വീരാബോധനായി നമ്മെ നിന്ദിച്ചു പോയാനല്ലോ. അങ്ങനെയുള്ള തവ ജനകഗൃഹത്തിനു തിങ്ങിന മോദേന നീ മംഗളശീലേ ചെന്നാൽ വല്ലതും നിന്ദയോടെ ചൊല്ലിയിടും പിതാവപ്പോൾ. വല്ലായ്മ വന്നിടുവാൻ എളുതു നിനക്കെന്നാൽ. വല്ലഭനായ ജഗദീശ്വരൻ ബഹുവിധം നല്ലതല്ലിക്കാലം പോകെന്നതു കേട്ടവാറെ. ഭർത്താവിൻ മൊഴി സത്യമെന്നുള്ളിൽ ധരിച്ചിട്ടു ചിത്തത്തിൽ ക്ഷമ വരാത്തത്ര സ്ത്രീ സ്വഭാവത്താൽ. വരവർണ്ണനീ പുനരാശയാ പുറപ്പെട്ടു വരുവാനുള്ളതെല്ലാം വരുമെന്നോർത്തു നാഥൻ. തരുണീമണി സതി തന്നെ യാത്ര കണ്ടു തരസാഭൂതപ്രേത പൈശാച ബഹുസംഘം. തുണയായതു കണ്ടു വൃഷഭമൂർത്തി താനും ഗുണവാരിധി ദേവി സവിധേ ചെന്നു വാഹനമേറി മഹാദേവിയും എഴുന്നള്ളി മോഹനരൂപി ദക്ഷമന്ദിരമകം പൊക്കും. വണ്ടണിക്കുഴലാളാം ദേവിയെ ബന്ധുവർഗം കണ്ട നേരത്തു മൗനം പൂണ്ടിരുന്നൊരു ശേഷം കുണ്ടതയെല്ലാം ഉള്ളിൽ മറച്ചു പിതാവിനെ കണ്ടുകൊള്ളുവാൻ യാഗമണ്ഡപോത്തരദേശേ ഇണ്ടൽ പൂണ്ടോടുന്നേരം നിന്നിതു മഹാദേവി. കണ്ടവരാരുമേതും മിണ്ടാതെ നിന്നു കണ്ടാർ. വിദ്രുമാധരി സതീയാഗവും കണ്ടു രുദ്രാഹുതി തൻ വിട്ടു മറ്റുള്ളാഹൂതികളും വിദ്രുതം കോപം പൂണ്ടു ചൊല്ലിനാൾ സതീദേവി. ഭദ്രമെത്രയും ഭദ്രമിസ്വഭാവാസിജനം. പണ്ടേവം രുദ്രാഹുതി കൂടാതെ യാഗാദികളുണ്ടോ കണ്ടവർ ചൊൽവിൻ കേട്ടവരെന്നാകിലും. എന്തിനു വൃഥാകർമ്മം ചെയ്യുന്നു മൂഢന്മാരെ ഹന്തമൽ പിതാവിനും ഭ്രാന്തെന്നേ പറയാവൂ. ചിലർക്കീശ്വരന്മാരിൽ പോലും ഉണ്ടാകും നിന്ദ പലർക്കും ഒരുപോലെ തോന്നിയതത്യദ്ഭുതം. നന്മമേൽ വരുവാനായി ചെയ്യുന്നോരല്ല നിങ്ങളന്മൂലനാശം വരുത്തിയിടുവാൻ തുടങ്ങുന്നു. ഇങ്ങനെ ദക്ഷാത്മജ ചൊല്ലിന നേരം പൂഷ പൊങ്ങിന നിന്ദയോടുമുച്ചത്തിൽ ചിരിച്ചിതു. ഭൃഗുവാം മുനി നിജ ശ്മശ്രൂക്കളിളക്കിനാൽ ഭഗവൻ നിന്ദാ ബഹുവിധമായോരോ ജനം കാട്ടിയിടുന്നോരോ ഗോഷ്ഠി സഞ്ചയം കണ്ട നേരം ഒട്ടുമേ സഹിയാഞ്ഞു വല്ല ഭോക്തിയുമോർത്തു. മാനഹാനിയും ലജ്ജ കോപഖേദാദി കൊണ്ടും മാനസതാരിൽ സഹിയാഞ്ഞു ദേവിയുമപ്പോൾ യോഗേശനായ നിജ ഭർത്താരം ധ്യാനിച്ചുടൻ യോഗവന്യയിൽ പതിച്ചിടിനാൾ ഭക്തിയോടെ. കണ്ടവരെല്ലാം കഷ്ടം കഷ്ടമെന്നോതും വിധൗ കണ്ടിക്കാർ കുഴലിയും ദഗ്ധയായി വന്നാളല്ലോ.
കണ്ട തദ്വൃത്തമെല്ലാം ഭൂതാദിവൃന്ദം നീലകണ്ഠനോടോടിച്ചെന്നങ്ങുണർത്തിച്ചതു തഥാ മഹിമയേറും നിജ മഹിഷി വൃത്താന്തങ്ങൾ സഹസാ കേട്ടു കോപം സഹിയാഞ്ഞഹിധരൻ ചടിതിയെഴുന്നേറ്റു മൃഡനാം ജടാചൂടൻ ജടകൊണ്ടവനീലടിച്ചുകൊണ്ടാനപ്പോൾ ഘോരസംഹാരരുദ്രൻ തന്നെക്കാളതിക്രൂരൻ വീരനാം വീരഭദ്രനുണ്ടായാനതു നേരം നീലപർവ്വതത്തോടും സദൃശകായത്തോടും കാലവൈരിയെ കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ മൂലമെന്തെന്നെ സൃഷ്ടിച്ചിടുവാനിതു കാലം വേലയെന്തെന്നുമരുൾ ചെയ്യുക വൈകാതെ വിഭോ ദക്ഷണേ എന്നു കാലാലോകത്തിനയക്കേണം ഇക്ഷണം തന്നെ പോകയെന്നപ്പോൾ മഹേശ്വരൻ ബാലേന്ദുധരോക്തികൾ കേട്ടവൻ നടകൊണ്ടാൻ പൈശാചഭൂതപ്രേത മുഖ്യസേനകളോടും ആശു ചെന്നിതു യാഗശാലയിൽ വീരഭദ്രൻ നേരിട്ട് സുരാസുരമാനുഷന്മാരെ കൊന്നു ധീരനാം പൂഷാവിൻ്റെ ദന്തങ്ങൾ കളഞ്ഞവൻ പാരമായുള്ള കോപം സഹിയാഞ്ഞവൻ പിന്നെ സാരനാം ഭൃഗുവിൻ്റെ ശ്മശ്രുക്കൾ പിടിപെട്ടു ഈശനെ നിന്ദിച്ച നീ മീശ കൂടാതെ പോകെന്നാശിയും ചൊല്ലിപ്പറച്ചിടിനാൻ ഭൂതങ്ങളും യാതൊരംഗങ്ങൾ മുന്നമിളക്കി ദേവാദികൾ ഖേദങ്ങൾ തദംഗങ്ങൾക്കുണ്ടാക്കി ഭൂതാദികൾ ഖഡ്ഗചർമ്മങ്ങൾ ധരിച്ചെത്രയും കോപത്തോടെ ഭർഗകിങ്കര ശ്രേഷ്ഠൻ ദക്ഷനെ വധിപ്പാനായി അണഞ്ഞ നേരം മുനിമാരുടെ മന്ത്രശക്തിയ അണഞ്ഞുകൂടാഞ്ഞവൻ ചിന്തിച്ചു നിൽക്കുന്നേരം അറിഞ്ഞു വിരിഞ്ഞങ്ങെഴുന്നള്ളി വീരഭദ്രൻ മറുത്ത ദക്ഷൻ ശിരസ്സറുത്തു ഹോമം ചെയ്താൻ മറ്റുള്ള ദേവാദികളോടിപ്പോയി മറഞ്ഞിതു തെറ്റെന്നു കൈലാസത്തെ പ്രാപിച്ചു ജഗന്നാഥൻ മരണം വന്നിടാത്ത ജനങ്ങൾ വിരിഞ്ചനെ ശരണം പ്രാപിച്ചുണർത്തിച്ചിതു വാർത്തയെല്ലാം ശരണാഗതന്മാരോടൊരുമിച്ചാത്മയോനി കരുണാനിധിയാകും ഈശ്വരൻ തന്നെ കണ്ടു സാമോക്തി കൊണ്ടു ജഗത്സ്വാമിയെ ബോധിപ്പിച്ചു വ്യോമകേശനുമായി യാഗശാലയിൽ ചെന്നു മേഷശീർഷത്തെ ദക്ഷകണ്ഠത്തിൽ ചേർത്തു നാഗഭൂഷണൻ ജീവിക്കെന്നു മരുളി ചെയ്തവാറേ ദേവകളുടെ ഗുരുവാകിയ ദക്ഷനപ്പോൾ ജീവനം സിദ്ധിച്ചിതു പന്തിച്ചു മഹേശനെ അജരോമങ്ങൾ കൊണ്ടു മുനിക്കുശ്മശ്രുക്കളും അജിതനായ ശംഭു നിർമ്മിച്ചു ചൊല്ലിയിടിനാൻ ഭീതി കൂടാതെ യാഗം കഴിക്കെന്നരുൾ ചെയ്തു നാഥനും നിജാലയം പ്രാപിച്ചു മരുവിനാൻ ഉഗ്രനാം ദേവൻ പിന്നെ ഇന്ദ്രിയജാലങ്ങളെ നിഗ്രഹവൃത്തിയോടും പുന്നാഗവൃക്ഷമൂലെ വ്യഗ്രവും തീർത്തു ബ്രഹ്മചര്യവും ദീക്ഷിച്ചുടൻ ഉഗ്രമാം തപസ്സു ചെയ്തിരുന്ന കാലം തന്നിൽ യാഗസന്നിധവും മുന്നം ദഹിച്ചു സതീദേവി യോഗിനിയതുകാലം ഹിമവത്സുതയായി മേനകഗർഭേ നിന്നു പിറന്നു തത്ര ശീതഭാനുബാലനെ പോലെ വളർന്നു തുടങ്ങിനാൾ താരകാസുരനന്നു ഘോരമാം തപോബലാൽ വാരിജാസനൻ തന്നോടർത്ഥിച്ചു വരമേവം ആരാലും മമ പ്രാണഹാനി വരാത്തവണ്ണം സാരമാം വരമരുളേണമെന്നതു കേട്ടു സരസീരുഹ ശരവൈരിജനൊഴിഞ്ഞുള്ള സുരമനുഷാസുരരാൽ വരാമൃത്യുവെന്നും അരുൾ ചെയ്തുടൻ പരമേഷ്ടിയും മറഞ്ഞിതു പരമദുഷ്ടനായ താരകാസുരൻ പിന്നെ നിനച്ച കാര്യമെല്ലാം ഫലിച്ചു നമുക്കെന്നു നിനച്ചു മനതാരിൽ ജനിച്ച മഹാഗർവാൽ മതിച്ചു ദേവന്മാരെ ജയിച്ചു യുദ്ധേ സർവം മുടക്കി ലോകധർമ്മം തനിച്ചു സാധുക്കളെ തഴച്ച ഗർവം കൊണ്ടു പിടിച്ചു കൊണ്ടുപോന്നു പിഴച്ച ദാസ്യകർമ്മം അടിച്ചു ചെയ്യിപ്പിച്ചും സാദരം പതിവ്രതമാരുടെ ധർമ്മങ്ങളും വൈദിക കർമ്മങ്ങളും മുടക്കിക്കൊണ്ടാനവൻ വേദന സഹിയാഞ്ഞു സർവദേവന്മാർ ചെന്നു വേദനായകനോടു വേദനം ചെയ്ത നേരം വേദാവാകിയ നാഥൻ വിബുധജനത്തോടു ഖേദങ്ങളകലുവാനുപദേശത്തെ ചൊന്നാൻ ഇന്ദ്രിയ ഗ്രാമം ജയിച്ചന്തകാന്തകനാകും ചന്ദ്രശേഖരൻ തുഹീനാചല ശൃംഗാന്തരെ അത്യുഗ്രം തപസ്സു ചെയ്തിരുന്നിടുന്നു നാഥൻ സത്യമോർക്കിടോ സതീദേവിയുമിതു കാലം തത്രൈവ ഹിമഗിരി പുങ്കവപുത്രിയായിട്ടെത്രയും മോഹിനിയായി വളർന്നിടുന്നു ദൃഢം പാർവതീ ശിവന്മാരെ യോജിപ്പിക്കേണം തമ്മിൽ സർവനന്ദനനല്ലോ താരകൻ തന്നെ കൊൽവു ദേവേശോപായ വാക്യമിങ്ങനെ കേട്ട നേരം ദേവന്മാർ സഭാന്തരം പ്രാപിച്ചു ഗുരുവോടും സ്മരിച്ചു ഭക്തിയോടും നാരദമുനിയെയും സ്മരൻ തന്നെയും അപ്പോൾ വന്നാരങ്ങിരുവരും പൂജിച്ചു മുനിയെയും സുരവാർത്തകൾ ഉണർത്തിച്ചു
രാജീവോദ്ഭവസുതൻ ഹിമൽ പാർശ്വം പൂക്കാൾ അദ്രിനായകനർഘ്യവാദ്യാദി കൊണ്ടു പൂജിച്ചുത്തമ മുനിശ്രേഷ്ഠനിരുന്നു തഥാസുഖം. കാലനാശനനുടെ ലീലാഭേദങ്ങൾ മുനി പ്രാലേയ ജലത്തോടങ്ങരുളി ചെയ്ത ശേഷം ബാലികാകുലമൗലി പാർവതി അതുനേരം ശൂലിതൻ കഥ കേൾപ്പാനായി വന്നാളല്ലോ. കോമളരൂപിയുടെ ലീലാദികൾ കണ്ടു മാമുനി ശൈലേന്ദ്രനോടരുളി ചെയ്താനേവം. ഭാഗ്യവാനാകും തവ കന്യകൈവൾ മുന്നം സൽഗുണനിധി സതീദേവി എന്നറിക നീ. ഭർഗനാമുമാകാന്തൻ ഇക്കാലമത്ര ശൃംഗേ ഉഗ്രമാം തപസ്സോടും വർത്തിച്ചിടുന്നു സദാ. ധന്യനാമീശൻ തനിക്കെന്തിനി മഹാത്മാവേ, നിന്നുടെ മകൾ തന്നെ ദാനം ചെയ്താലും ഭക്ത്യാ നന്മകൾ അതുമൂലം വന്നുകൂടിയിടും തവ. നിർമ്മലാത്മാവേ സത്യമെന്നതു ധരിച്ചാലും ബ്രഹ്മജനേവമരുൾ ചെയ്താശുമറഞ്ഞിതു. തന്മകൾ തന്നിൽ പ്രീതി വർദ്ധിച്ചു ഗിരീന്ദ്രനും ഉന്നതമതികാവനക്കാലം സുരാലയെ ചെന്നപ്പോൾ ഇന്ദ്രൻ ബഹുമാനിച്ചു സഭാന്തരെ. എന്തു കാരണമെന്നെ ചിന്തിപ്പാനെന്നു പിന്നെ സന്തോഷം പൂണ്ടുമാരൻ ചോദിച്ച നേരം ഇന്ദ്രൻ ചൊല്ലിനാനതു നേരം മന്മഥൻ തന്നോടേവം. കല്യാണമതേ വീര ചൊല്ലുവനെല്ലാമെങ്കിൽ ചൊല്ലേഴുമുരാദേവി പാർവതിയായിട്ടിപ്പോൾ. കല്യാണകാലം വന്നു ബാലികൈക്കറിക നീ. അങ്കാരനേത്രൻ തത്ര തപസ്സു ചെയ്തിടുന്നു തങ്ങളിൽ ചേർത്തിയിടുവാൻ ശ്രമിക്ക ഭവാൻ. എന്നാൽ താരകൻ തന്നെ കൊന്നു നമ്മുടെ ബാധ തീർപ്പാൻ വീരനാം ശംഭുപുത്രനൊഴിഞ്ഞില്ലൊരുവനും. വസന്താദികളോടും ചേർന്നു നീ ഹിമവങ്കൽ വസിച്ചു ദേവകാര്യം സാധിപ്പിക്കേണം ഭവാൻ. അങ്ങനെ തന്നെയെന്നു പറഞ്ഞു ഗർവാന്വിത അങ്കനാസമേതനായി സേനയോടൊരുമിച്ചു ശങ്കര തപോവനം പ്രാപിച്ചു മഹാരഥൻ. ശങ്കമാനസേ കുറച്ചീശന്റെ വാമഭാഗേ ഉന്നതവൃക്ഷം മറഞ്ഞ കലയെ നിന്നു മന്ദം സന്നാഹത്തോടു ബാണമെടുത്തു കുലയേറ്റി. നിത്യവും വന്നു സേവിച്ചിടും പാർവതീദേവി ചിത്തസന്തോഷാലന്നു വന്നു വന്ദിച്ചു നാഥം. അന്നേരമൊരു ബാണമയച്ച കാമദേവൻ ധന്യനിൽ വാത്സല്യമോടധികം മനസ്സുണ്ടായി. രണ്ടും കൈ ചേർത്തു നിറച്ചുള്ള കുസുമങ്ങൾ കൊണ്ടവൾ നീലകണ്ഠൻ തന്നെ പാദാംബുജെ ആരാധിച്ചുടൻ നമസ്കരിച്ച കുമാരി തൻ ഭൂരി സൗന്ദര്യ ഭക്തി വിനയാദികൾ കണ്ടു. പിന്നെയും ഒരു ശരം തൊടുത്തു പഞ്ചബാണൻ കന്യക തന്നിൽ ചിത്തമഴിഞ്ഞു നാഥനപ്പോൾ. എന്തതിൻ മൂലമെന്ന് ചിന്തിച്ചു നോക്കുന്നേരം ചെന്താർബാണനെ കണ്ടു കോപിച്ച നേരം തത്ര തൻ തിരുമിഴി തന്നിൽ ഉദിച്ച തീവ്രാഗ്നിയിൽ വെന്തു വെണ്ണീറായി വന്നു കാമദേവന്റെ ദേഹം. ദേവകൾക്കെല്ലാവർക്കും ദേവിയാം പാർവതിക്കും ദേവപൂജിതനായ രുദ്രനും ഒരുപോലെ ഹിതമായുള്ള കർമ്മം തന്നെ ചെയ്തോരു കാമൻ ഹതനായി വന്നാനല്ലോ സന്തതം ചിന്തിക്കു നീ. കാലദേശാവസ്ഥകളോർത്തു ചെയ്യാൻ ജാലേവം കാലമേ വന്നുകൂടും ആപത്തെന്നറിഞ്ഞാലും സുപ്രിയമെന്നാകിലും സാധുക്കൾക്കകതാരിൽ വിപ്രയമാകും ചില നേരഭേദത്താലിടവും. സാധു സേവയ ചെയ്തിടായിക കാരണമിടൂ ഭൂതലാധിപൻ സാരമേയനായി പിറന്നിതു. ഇച്ചൊന്നോരിതിഹാസം നിത്യവും കേട്ടുകൊണ്ടാൽ നിശ്ചയം ചിത്തശുദ്ധി വന്നു പാപങ്ങൾ തീരും. അഷ്ടമധ്യായം ചൊന്നേൻ വൈശാഖമാഹാത്മ്യത്തിൽ പുഷ്പമോദേന കേട്ടുകൊണ്ടാലുമിനിയും നീ. ഇച്ചൊന്നോരിതിഹാസം നിത്യവും കേട്ടുകൊണ്ടാൽ നിശ്ചയം ചിത്തശുദ്ധി വന്നു പാപങ്ങൾ തീരും. അഷ്ടമാധ്യായം ചൊന്നേൻ വൈശാഖമാഹാത്മ്യത്തിൽ പുഷ്പമോദേന കേട്ടുകൊണ്ടാലും ഇനിയും നീ. ഇതി വൈശാഖമാഹാത്മ്യേ അഷ്ടമോധ്യായഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.